ഉത്രാട നക്ഷത്രക്കാർക്ക് ഒരു ചെറിയൊരു സക്സസ് ഒന്നും ഉണ്ടാവില്ല. ബിഗ് അച്ചീവ്മെന്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. വലിയ സക്സസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതും കൊണ്ട് മിക്കപ്പോഴും നിങ്ങൾ തോറ്റു പോവാറുണ്ട്. മാർച്ച് നിങ്ങൾ എല്ലാ കാര്യങ്ങളും സ്ലോ ആയിരുന്നു. ക്ഷമയുടെ നെല്ലിപ്പലകം വേണിച്ച് നിങ്ങൾക്ക് മാർച്ച് പകുതിക്ക് ശേഷം ഉണ്ടായിട്ടുണ്ടാവാം. ഒരു അച്ചീവ്മെൻറ്റും അതോറിറ്റിയും കിട്ടുന്ന ഒരു മാസമായിരിക്കും കൂടുതലും ഏപ്രിൽ. നിങ്ങൾ വിചാരിക്കുന്ന ഒരു സക്സസ് നിങ്ങൾക്ക് ഏപ്രിലിൽ ഉണ്ടാവും. കാര്യങ്ങളൊന്നും ഡിലേ ഏപ്രിലിൽ കാര്യമായിട്ട് ഉണ്ടാവില്ല. ഉത്രാട നക്ഷത്രക്കാരെ പറ്റി എല്ലാവരും പറയുന്നത് ഭയങ്കര ഡിസിപ്ലിനാണ്, ഹാർഡ് വർക്കിംഗ് ആണ്, നല്ല സീരിയസ് ആണ്. പക്ഷെ ആരും പറയാത്തൊരു ഹിഡൻ ട്രൂത്ത് ഉണ്ട്. നിങ്ങൾ കിങ് മേക്കർ മൈൻഡ് സെറ്റാണ്. എല്ലാവരും നിങ്ങളെ രാജാവിനെ പോലെ കാണണം, അല്ലെങ്കിൽ രാജ്ഞിയെ പോലെ കാണണം, എല്ലാവരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു വിചാരം എപ്പോഴും ഉണ്ട്. ഒരു ക്രൗഡിലൊക്കെ വരുമ്പോൾ എല്ലാവരും എന്നെ കണ്ടിട്ട് നല്ല പറയണം എന്നുള്ള ആഗ്രഹമൊക്കെ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ കഴിയും. സ്ലോ ആയാലും കാര്യങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ടാണ് പോവുക. പക്ഷെ സ്ലോ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പലരും തള്ളിവിടാറുണ്ട്. അതോറിറ്റി പവർ നിങ്ങൾക്ക് വളരെ കൂടുതലാണ്. അതായത് ഒരു രാജകീയമായിട്ടുള്ള ഒരു രീതിയാണ് നിങ്ങൾക്ക് എപ്പോഴും ഉള്ളത്. ലീഡർഷിപ്പ് നാച്ചുറലി വരും. നിങ്ങൾ മറ്റുള്ളവരെ കമാൻഡ് ചെയ്യും. അതുകൊണ്ട് ആളുകൾ നിങ്ങളെ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് പറ്റുകയും ചെയ്യും. ലെഗസി തിങ്കിങ് ആണ്. അതായത് പാരമ്പര്യം വേണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. അതൊന്നും ഷോർട്ട് ടേമിലേക്ക് ആവശ്യമില്ല.